ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാൽ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭല്ലല്ലുള്ളിലയാത്ത നിർമ്മലതയും നിസ്വാർത്ഥമാം ഭക്തിയും ഉള്ളിൽ പെയ്തലിഞ്ഞ ഭഗവൽ സപ്താഹപീയൂഷവും തള്ളിത്തള്ളി നിറഞ്ഞുയർന്ന മൃതമാം സൽകീർത്തി തന്മൂർത്തിയാം മല്യോൾ ശങ്കര വിപ്രവര്യ സുകൃതം തുഭ്യം നമസ്തേ നിശം. സദ്ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഭാഗവത വിചാര വേദിയിലേക്ക് പ്രവേശിക്കാം. പതിവ് പോലെ നമുക്ക് നമ്മളുടെ മനസ്സിലുള്ള വ്യാവഹാരികമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള മനോമാലിന്യങ്ങളെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് മനസ്സിനെ ശാന്തമാക്കി മനസ്സിനെ സമാധാനത്തോടുകൂടി ഭാഗവതത്തെ ശ്രവിക്കാം. ആ ഭാഗവതത്തിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തി അത് അനുഭവവേദ്യമാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്കും കൂടി പകർന്നു നൽകിക്കൊണ്ട് നമ്മളുടെ ഈ മനുഷ്യജന്മത്തെ സഫലമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പം അതിനു വേണ്ടിയിട്ട് ആ ഭാവശുദ്ധിക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷ കൃഷ്ണനായിട്ടുള്ള ഭാഗവതത്തിൻ്റെ ദിവ്യനാമം ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ്
രാധാരമണ ഹരി ഗോവിന്ദ ജയ് ജയ് രാധാരമണ ഹരി ഗോവിന്ദ ജയ് ജയ് ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് രാധാരമണ ഹരി ഗോവിന്ദ ജയ് ജയ് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ ദ്വിതീയ സ്കന്ധമാണ് ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. ശ്രീ ശിവബ്രഹ്മർഷി ഭാഗവതത്തെ പരീക്ഷത്തിനായിട്ട് ഉപദേശം ആരംഭിച്ചു. അതിൽ ഗൃഹമേധികളുടെയും ഗൃഹസ്ഥ ആശ്രമികളുടെയും വിശേഷത്തെ പറഞ്ഞ് ആ ഗൃഹസ്ഥ ആശ്രമിയായിക്കൊണ്ട് ജീവിച്ചിരുന്ന പരീക്ഷത്തിൻ്റെ മഹത്വത്തെ കാണിച്ചുകൊണ്ട് പരീക്ഷത്തിനെ ഭാഗവതനായി കണക്കാക്കിക്കൊണ്ട് പരീക്ഷത്തിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞതായിട്ടുള്ള മഹാഭാഗവതത്തെ ഞാൻ അങ്ങയ്ക്ക് ഉപദേശിച്ചു തരാം. അതിന് വേണ്ടതായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് വേണം. ഭാഗവതത്തിൽ നിന്നും എന്താണ് നമുക്ക് കിട്ടുന്നത്? ഭാവശുദ്ധിയാണ്. ഈ ഭാവശുദ്ധിക്ക് വേണ്ടിയിട്ട് അഷ്ടാംഗയോഗങ്ങളെ പറഞ്ഞുകൊടുത്ത മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള മനോമാലിന്യങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അത് ചുരുക്കി അഷ്ടാംഗയോഗങ്ങളെ ഒരു യോഗിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അല്ലാതെ സാധാരണ രീതിയിലുള്ള ജനങ്ങൾക്കും ഈ യോഗി ചെയ്യുന്നതായിട്ടുള്ള എല്ലാ യോഗ കർമ്മങ്ങളും കർമ്മസിദ്ധാന്തങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് നല്ലൊരു എളുപ്പമാർഗമാണ് ഇവിടെ ശ്രീ ശിവബ്രഹ്മർഷി ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞു, ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ അല്ലേ. അപ്പൊ ആ ഒരൊറ്റ ശ്ലോകത്തിൽ കൊണ്ട് ആ അഷ്ടാംഗയോഗങ്ങളെ മുഴുവൻ പറഞ്ഞു. സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരയേ ധിയ. ആ ഒരൊറ്റ ശ്ലോകങ്ങളെ കൊണ്ട് അഷ്ടാംഗയോഗങ്ങളെ മുഴുവൻ പൂർണ്ണമായിട്ട് നമുക്ക് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ യോഗ സിദ്ധികളൊക്കെ ഗൃഹത്തിൽ നിന്നും എല്ലാം വിട്ട് ഒരു കാട്ടിൽ പോയി തപസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല അല്ലേ. നമ്മൾ ഇന്നലെ വിസ്തരിച്ച് പറഞ്ഞു. നമ്മളുടെ കർമ്മങ്ങളിൽ ആ ഈശ്വര സങ്കല്പത്തെ കൊണ്ടുവരാൻ സാധിച്ചാൽ ഇതെല്ലാം മനസ്സിന്റെ തലങ്ങളാണ് എന്നാണ് ശ്രീ ശിവബ്രഹ്മർഷി അവിടെ ഉദ്ബോധിപ്പിച്ചത്. മനസ്സിന്റെ തലങ്ങൾ എന്ന് പറഞ്ഞാലോ, ഈ മനസ്സിന് ഏത് കർമ്മങ്ങൾ വന്ന് പെട്ടാലും മനസ്സിനുള്ളിലുള്ള ആ തത്വത്തിന് യാതൊരു മാറ്റവും ഇല്ലാത്തൊരവസ്ഥ. മനസ്സിലെ ഉള്ളിലുള്ള ആത്മതത്വത്തെ ദൃഢീകരിച്ചുകൊണ്ട് കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ഒരു രീതി. യഥാർത്ഥമായിട്ടുള്ള ബോധസ്വരൂപിനെ മനസ്സിലാക്കിക്കൊണ്ട് കർമ്മങ്ങൾ ഏർപ്പെടുക. അതാണ് ഇവിടെ ഈ ഭാഗവതത്തിലൂടെ നമ്മളെ ആ യഥാർത്ഥമായിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നും തന്നെ ഒഴിവാക്കാൻ പറയുന്നില്ല, ഒരു കർമ്മവും ഒഴിവാക്കാൻ പറയുന്നില്ല. ഇനി ശ്രീ ശിവബ്രഹ്മർഷി ഈ ശുദ്ധമായിട്ടുള്ള ആ മനസ്സിൽ ധാരണ ചെയ്യുവാൻ വേണ്ടിയിട്ട് അല്ലെ, പിന്നെ അതാണ് ചോദിച്ചത്. പരീക്ഷത്തിൽ ചോദിച്ചു, എങ്ങനെയാണ് ഈ ധാരണ ചെയ്യേണ്ടത്, എന്തിനെയാണ് ധാരണ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ്, അപ്പം നമ്മളുടെ ഉള്ളിലെ ഭാവശുദ്ധി ഉണ്ടാവണമെങ്കിൽ നമുക്ക് എല്ലാത്തിലും ഈശ്വരനെ കാണണം അല്ലെ. അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ആ അഷ്ടാംഗ യോഗങ്ങളെ നമ്മൾ യോഗികൾ ചെയ്യുന്ന ആ ഒരു സമ്പ്രദായത്തിൽ നിന്നും വിട്ട് സ്ഥൂലമായിക്കൊണ്ട് മറ്റേ സൂക്ഷ്മമായി നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ സ്ഥൂലവും സൂക്ഷ്മമായിട്ട് എടുക്കാം അല്ലേ. അപ്പം വ്യഷ്ടിയായിട്ടും സമഷ്ടിയായിട്ടും എന്നുള്ളത്. അപ്പൊ ഇവിടെ ശരിക്ക് ഇനി ഭഗവാന്റെ ആ രൂപത്തെ ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ പറഞ്ഞു, എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാവശുദ്ധി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. അപ്പം നമ്മൾ എല്ലാത്തിലും ആ ഈശ്വരനെ കാണുമ്പോൾ നമുക്ക് ആരോടും ഒരു പ്രത്യേക വേറൊരു വികാരം നമുക്കുണ്ടാകുന്നില്ല. ഒരൊറ്റ വികാരമേ ഉള്ളൂ. എന്താണ്? ആ പ്രേമ ഭക്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈശ്വരനോടുള്ള ആ ഒരു പ്രേമം. അപ്പം എല്ലാത്തിനോടും ഒരേപോലെ ഒരേ അനുപാതത്തിൽ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ സാധിക്കും, സമദൃഷ്ടിയോടുകൂടി കാണാൻ സാധിക്കും. അപ്പം അതിനു വേണ്ടിയിട്ട് ഇവിടെ ഇനി ഒരു ഭഗവാന്റെ തന്നെ വിരാട് രൂപത്തെ
ധ്യാനിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് ആ ഭഗവാനിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഓരോ അവയവങ്ങളാണ് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ എന്തായി? അപ്പം നമുക്ക് യാതൊരുവിധ രീതിയിലും ഒന്നിനോടും ഒരു ഡിറ്റാച്ച്മെന്റ് ഇല്ലാത്തൊരവസ്ഥ, എല്ലാത്തിനോടും ഒരേ അറ്റാച്ച്മെന്റ് അല്ലെ. ഭഗവാനോട് എങ്ങനെയാണോ നമുക്ക് ഭക്തി ഉള്ളത്, ആ ഒരു ഭക്തി ഇതിലെല്ലാത്തിലും നിറഞ്ഞു നിൽക്കും എന്ന് പറയാം. നമുക്ക് 24-ാമത്തെ ശ്ലോകം നോക്കാം. വിശേഷസ്തസ്യ ദേഹോയം സ്ഥവിഷ്ഠശ്ച സ്ഥവീയസാം യത്രേദം ദൃശ്യത്തെ വിശ്വം ഭൂതം ഭവ്യം ഭവച്ഛസൽ. ഇത് പറയാണ്, ഭഗവാന്റെ വിരാട് രൂപത്തെ കുറിച്ച് പറയാണ്. അതായത് ഈ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ സ്ഥൂല രൂപമാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഈശ്വരന്റെ സ്ഥൂലങ്ങളിൽ വെച്ച് സ്ഥൂലമായിട്ടുള്ള രൂപമാണ് ഈ ദൃശ്യപ്രപഞ്ചം പൂർണ്ണമായിട്ടും. അപ്പൊ അവിടെ ഈ പ്രപഞ്ചത്തില് 3 അവസ്ഥകൾ നമുക്കറിയാം അല്ലെ. കഴിഞ്ഞു പോയതും ഇപ്പോൾ നിലനിൽക്കുന്നതും ഇനി വരാൻ പോകുന്നതും. അതായത് ഭൂതം ഭവ്യം ഭവച്ഛസൽ. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും നിറഞ്ഞതാണ് ഈ ഭൂപ്രപഞ്ചം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വിരാട് സ്വരൂപം, ഈ ഈശ്വരന്റെ സ്ഥൂലമായിട്ടുള്ള ദേഹം എന്ന് പറയുന്നതിൽ 3 അവസ്ഥകളും ചേർന്നതാണ് എന്ന് പറയാണ്. അപ്പോ ഇനി ഈ എന്താണ് പറയാൻ തുടങ്ങുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ധ്യാനിക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്ന രീതിയിൽ, കണ്ണുകൾക്ക് കാണാൻ സാധിക്കുന്നതും കാതുകൾക്ക് കേൾക്കാൻ സാധിക്കുന്നതും മൂക്കുകൾക്ക് എന്താണ് ഗ്രസിക്കുവാൻ സാധിക്കുന്നതുമായിട്ടുള്ള രീതിയിൽ ആണ് ഭഗവാന്റേത ഈ സ്ഥൂല രൂപം അല്ലെങ്കിൽ വിരാട് രൂപം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ വിരാടിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്ന രീതിയിൽ ഉള്ള ഒരു ധ്യാന പ്രക്രിയയാണ് ഇനി അവിടുത്തെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെയും നാളത്തെയും ഇന്നലത്തെയും എല്ലാ അറിവുകളും ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങിക്കിടക്കുന്നു എന്ന് പറയും. ഈ വിരാട് രൂപത്തിൽ ഒതുങ്ങിക്കിടക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ 3 കാലങ്ങളും അടങ്ങുന്ന പ്രപഞ്ചമാണ് ഭഗവാൻ എന്നുള്ളത് നമുക്ക് സമർത്ഥിക്കാം. ഇവിടെ ഭഗവാനും ഈ 3 കാലങ്ങളിലും അല്ലെങ്കിൽ 3 അവസ്ഥകൾ അല്ലെങ്കിൽ 3 ശരീരങ്ങൾ ഭഗവാനുണ്ട്. ശരീരത്രയങ്ങളുണ്ട്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, പരശരീരം എന്ന് ഇങ്ങനെ 3. അപ്പൊ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ കാണാവിന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്ന ആ പ്രപഞ്ചം, അല്ലെങ്കിൽ ഈ എന്താണ് ദൃശ്യമാകുന്ന ഈ പ്രപഞ്ചം അല്ലെ. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് അണ്ഡാകൃതിയിലുള്ള ഈ പ്രപഞ്ചം, അങ്ങനെയാണല്ലോ നമ്മൾ അതിന്റെ ഇത് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള അണ്ഡകോശം, അതാണ് സൂക്ഷ്മമായിട്ടുള്ള ഭഗവാന്റെ ശരീരം. ഇനി പരശരീരം എന്ന് പറഞ്ഞാലോ, പരശരീരം എന്ന് പറഞ്ഞാൽ പരമാർത്ഥമായിട്ടുള്ള ആ അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ശക്തി എന്ന് പറയാം, സത്യം. അതാണ് ഭഗവാന്റെ 3 അവസ്ഥ എന്ന് പറയുന്നത്. 3 അവസ്ഥ അതാണ്. അത് നമുക്ക് കാണാൻ സാധിക്കാത്തതാണ്, അത് അനുഭവസ്ഥമാണ്. സ്ഥൂലമായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും, സൂക്ഷ്മമായിട്ടുള്ള അതിന്റെ അന്തര്യാമിയായിട്ട് നിൽക്കുന്നതാണ്. പരമായിട്ടുള്ള എന്താണ്? ഇതിലെല്ലാത്തിലും കുടികൊള്ളുന്നതായിട്ടുള്ള ആ ശക്തിയാണ്, പരമമായിട്ടുള്ള സത്യമാണ് പരശരീരം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് 3 ശരീരമായിട്ട് ആ ഭഗവാനെ അവിടെ കാണിക്കുന്നത്. അപ്പം ഇവിടെ എവിടെ നിന്ന് നോക്കിയാലും, എവിടെയൊക്കെ നമ്മൾ സ്പർശിച്ചാലും അവിടെയൊക്കെ ഭഗവാന്റെ ഈ ചൈതന്യം സർവയിടത്തും വ്യാപിച്ചു നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അല്പജ്ഞാനികളായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളണമെന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിലെ എപ്പോഴും ഈ ലൗകികമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ശരീരം എപ്പോഴും ത്രിഗുണങ്ങൾക്ക് അടിസ്ഥാനമായിക്കൊണ്ടായിരിക്കും.
അപ്പോൾ എപ്പോഴും എന്താണ്, ഉള്ളിലൊരു അഹംബോധം ജനിച്ചു വരും. ഈ അഹംബോധം ജനിച്ചു വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അപ്പം ഈശ്വരനോട്, ആ ഭഗവാനോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്കിത് അനുഭവപ്പെടുകയുള്ളൂ എന്ന് പറയാം. ഇപ്പൊ പരമായിട്ടുള്ള ശരീരവും കാരണ ശരീരം അല്ലെങ്കിൽ പരശരീരം, ഇതൊക്കെ സൂക്ഷ്മ ശരീരം, ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഭഗവാനോട് ചേർന്ന് നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ഈ കാണുന്ന ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകങ്ങളെ മുഴുവൻ ഭഗവാനെ ഒരു മനുഷ്യ രൂപത്തിലേക്ക് കാണിക്കുകയാണ്. ഇപ്പൊ ദാ ഇതുപോലെ പാലാഴിയിൽ കിടക്കുന്നതായിട്ടുള്ള അനന്തശയനെ പോലെ ഭഗവാൻ ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങ് വിസ്തരിച്ചങ്ങ് കിടക്കുകയാണ്. ഭഗവാന്റെ വിസ്താരണമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അപ്പൊ ആ ഭഗവാന്റെ അതേ ഒരു എന്താണ് മോഡലാണ് നമ്മളുടെ ഈ ശരീരവും, അല്ലെ? ഭഗവാൻ മനുഷ്യ ശരീരം പോലെ ഇങ്ങനെ കിടക്കുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ആ രണ്ട് രീതിയിലാണ് ഇവിടെ ധ്യാന മാർഗത്തെ ശ്രീ ശിവബ്രഹ്മർഷി നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറയാണ്. ഇനി 25-ാമത്തെ ശ്ലോകം നോക്കാം. അണ്ഡകോശേ ശരീരേസ്മിൻ സപ്താവരണ സംയുതേ വൈരാജ പുരുഷോ യോസോ ഭഗവാൻ ധാരണാശ്രയാം. വൈരാജൻ എന്നതാണ് ഭഗവാന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ പേര്. അണ്ഡാകൃതിയിലുള്ള ഈ പ്രപഞ്ചം, അതിന്റെ ഉള്ളിലുള്ള അണ്ഡകോശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഈ ശരീരം, ഈ ശരീരത്തിന്റെയും ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ചൈതന്യമാണ് വൈരാജൻ എന്ന് അവിടെ പറഞ്ഞു. അപ്പൊ ഇതിനു ചുറ്റും അതായത് ഭഗവാന്റെ ഈ ചൈതന്യത്തിന് ബ്രഹ്മാണ്ഡാകൃതിയിലുള്ള അല്ലെങ്കിൽ ഈ അണ്ഡാകൃതിയിലുള്ള ഈ പ്രപഞ്ചം, ഇത് സപ്താവരണ സംയുക്ത 7 ആവരണങ്ങളോട് കൂടിയതാണെന്ന് പറയാം ഈ പ്രപഞ്ചം. പ്രപഞ്ചത്തിലെ 7 ആവരണങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചഭൂതങ്ങൾ. നമ്മൾ ഇതിനു മുമ്പ് ധാരാളം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, അല്ലെ? ഏതൊക്കെയാണ്? ഭൂമി, എന്ന് പറഞ്ഞാൽ ജലം, പിന്നെ തേജസ്, അഗ്നി, വായു, ആകാശം. അപ്പം ഭൂമ്യ, തേജോ, വായു, ആകാശങ്ങൾ ആയിട്ടുള്ള പഞ്ചഭൂതങ്ങൾ 5 എണ്ണവും, പിന്നീട് അഹങ്കാരവും മഹത്തത്വവും, ഇങ്ങനെ 7 ആവരണങ്ങൾക്ക് ഉള്ളിലുള്ളതാണ് ഈ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. 7 അറകളോട് കൂടിയിട്ടുള്ള ബ്രഹ്മാണ്ഡമാണ് വിരാട് ശരീരത്തിൽ അന്തര്യാമിത്വേന വിരാജിക്കുന്ന ആ യാതൊരു പുരുഷൻ. മനസ്സിലായില്ലേ? അതായത് ഈ 7 ആവരണങ്ങളോട് കൂടിയിട്ടുള്ള ഈ ദൃഷ്ടിപ്രപഞ്ചം, നമുക്ക് സ്ഥൂലമായിട്ട് കാണാവുന്ന ഈ ദൃഷ്ടിപ്രപഞ്ചം, അതിൽ വസിക്കുന്നതായിട്ടുള്ള ഭഗവാൻ, ആ വിരാട് രൂപമായിട്ട്, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാൻ വിരാട് രൂപത്തിൽ ആ മനുഷ്യ ശരീരമായിട്ട് ഇങ്ങനെ പൂർണ്ണമായിട്ടും പ്രപഞ്ചം മുഴുവനായിട്ട് നിൽക്കുന്നു. അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന തത്വമാണ് വൈരാജൻ. ഭഗവാൻ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന തത്വം. അപ്പം അതിനാണ് അത് അപ്പം ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഈ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായിട്ടാണ്. ആ പഞ്ചഭൂതങ്ങളും മഹത്തത്വവും അഹങ്കാരവും, ഇങ്ങനെ 7 ആവരണങ്ങൾ ഈ ഉള്ളിലുള്ള വൈരാജന്റെ ഉള്ളിൽ നിന്നും ചുറ്റുമായിട്ട് 7 ആവരണങ്ങൾ ഉണ്ട് എന്ന് പറയാണ്. അപ്പൊ വൈരാജ പുരുഷോ യോസോ ഭഗവാൻ ധാരണാശ്രയ. അങ്ങനെ 7 അറകളോട് കൂടിയിട്ടുള്ള ബ്രഹ്മാണ്ഡാകൃതിയിലുള്ളതും 7 അറകളോട് കൂടിയിട്ടുള്ള ആ ശരീരത്തിന്റെ ഉള്ളിലെ വൈരാജനെ, വൈരാജൻ എന്ന പേരായിട്ടുള്ള ആത്മതത്വത്തെ നിങ്ങൾ ധാരണ ചെയ്യുക. ധാരണയ്ക്ക് അവലംബമായിട്ടുള്ളത്. അപ്പം നമ്മൾ ശരിക്കും ആ ഭഗവാന്റെ രൂപത്തെ ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണ്. വിരാട് രൂപത്തെ, ഭഗവാൻ പാദം മുതൽ കേശം വരെയുള്ള ആ ഭഗവാന്റെ അവയവങ്ങൾ എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ പൂർണ്ണമായിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രഥമസ്കന്ധം നമ്മൾ അനുസ്മരിച്ചതുപോലെ അല്ല, ഇനിയിപ്പോൾ ദ്വിതീയ സ്കന്ധവും തൃതീയ സ്കന്ധവും നമുക്ക് കുറച്ച് അതിന്റെ താത്വികമായിട്ടുള്ള വശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് നമ്മളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ കഥ പോലെ നമുക്ക് സ്വീകരിക്കാൻ എളുപ്പമല്ല. അപ്പൊ അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക.
നമുക്ക് പറഞ്ഞു തരുന്ന ഈ വിരാട് രൂപത്തെ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ശരിക്കും ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ അവയവങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ്. ഭൂമിയിൽ എന്ത് വസ്തുക്കളുണ്ടോ അതൊക്കെ ഭഗവാനുള്ള അവയവങ്ങളും അല്ലെങ്കിൽ ഭഗവാനോട് ചേർന്നതായിട്ടുള്ള വസ്തുക്കളാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അതിനെ വ്യക്തമായിട്ട് ധാരണ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു രൂപങ്ങളും ഇല്ലാതെ നമുക്ക് ധാരണ ചെയ്യാൻ സാധിക്കുകയില്ല അല്ലെ. നമുക്ക് രൂപം വേണം, രൂപമില്ലാതെ നമുക്ക് ധാരണ ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് ഒരു രൂപത്തെ ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും ഭഗവാന്റെ അവയവങ്ങളേ ഉള്ളൂ. ആ ഭഗവാന്റെ വിരാട് രൂപത്തെ ധ്യാനിക്കുവാൻ വേണ്ടിയിട്ടാണ് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നമുക്കും വേണ്ടിയിട്ടും പറഞ്ഞിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് നമ്മളുടെ ഈ മനുഷ്യ ശരീരം നമ്മൾ തന്നെ ഈശ്വരനാണ് എന്നുള്ളതിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധ്യാനം അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പൊ മനുഷ്യരൂപത്തിൽ ഇങ്ങനെ കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ ഈശ്വരനാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഈ ബോധമാണ് ഈശ്വരൻ. നമ്മൾ പല തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നമ്മളുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ഈ ഭൂമിയുമായിട്ട് എത്ര കണ്ട് ബന്ധമുണ്ടോ അതിനനുസരിച്ചാണ് ഭഗവാന്റെ ഈ വിരാട് രൂപം അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹവും അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യവും ഭൂമിയുടെ ഓരോ അംഗങ്ങൾ, ഇപ്പൊ ഭഗവാന്റെ ഓരോ അംഗങ്ങളായിട്ടാണ് ഭൂമിയുടെ ഓരോ വസ്തുക്കളായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ ഭൂമിക്ക് എത്ര കണ്ട് പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ ശരീരത്തിൽ ആ അവയവങ്ങൾക്ക് നമ്മളുടെ ശരീരത്തിനോട് എത്ര കണ്ട് പ്രാധാന്യമുണ്ട്, എത്ര കണ്ട് മർമ്മ സ്ഥാനമാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതേ പ്രാധാന്യമാണ് ഭഗവാന്റെ അവയവങ്ങൾക്ക് ഭൂമിയിലും ഉള്ളത് ഇല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം മുതൽ അത് നോക്കാം നമുക്ക്. അപ്പൊ അവിടെ വിരാട് ആ പ്രപഞ്ചം അണ്ടാകൃതിയിലുള്ളതാണ്. വിരാട് ജീവിത അന്തര്യാമിണാം അഭേദം ആരോപ്യോപാസനം കർത്തവ്യം എന്ന് ശ്രീധരാചാര്യർ പറയുന്നു. അതായത് ഇപ്പോഴത്തെ ധ്യാന വിഷയം എന്ന് പറഞ്ഞാൽ ഈ സ്ഥൂല ദേഹമാണ്. ഭഗവാന്റെ ഈ സ്ഥൂല ദേഹം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് പറയുന്നത്. അവിടെ ചേതന ആയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവും, അചേതനമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവും. അപ്പൊ ഈ ചേതനമായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് മനുഷ്യൻ, അതുപോലെ തന്നെ സസ്യങ്ങള്, മൃഗങ്ങള് അല്ലെ, മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, വളർച്ച ഉണ്ടാകുന്ന വസ്തുക്കളാണ് ചേതന വസ്തുക്കൾ എന്നും. അചേതനമായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പാറ, അതുപോലെ തന്നെ കല്ല് തുടങ്ങിയതായിട്ടുള്ള ജലം, തടി, ഇതൊക്കെ അചേതനമായിട്ടുള്ള വസ്തുക്കളാണ്. ഇത് രണ്ടിലും ഭഗവാൻ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്നു. അല്ലെങ്കിൽ ഭഗവാന്റെ ഓരോരോ അവയവങ്ങളാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരാനാണ്. എന്നിട്ട് ഈ ചേതനയായാലും അചേതനയായാലും അതിന്റെ ഉള്ളിലുള്ള അന്തര്യാമിയായിട്ട് വർത്തിക്കുന്നതായിട്ടുള്ള ജീവനാണ് ഈശ്വരൻ എന്നത് നമ്മളെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഈ വിരാട് രൂപത്തെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇവിടെ സ്വന്തം ശരീരത്തിൽ തന്നെ അല്ലെങ്കിൽ ഇവിടെ ഈ വിരാട് രൂപത്തിന്റെ ഉള്ളിലുള്ള അന്തര്യാമിത്വമായിട്ട് വർത്തിക്കുന്നതായിട്ടുള്ള വൈരാജനെ പോലെ തന്നെ നമ്മളുടെ ശരീരത്തിലും നമ്മളുടെ ഉള്ളില് ഈ ബുദ്ധിക്കും മനസ്സിനും പുറമെയുള്ള ബോധസ്വരൂപമായിട്ടുള്ള ഈശ്വര തത്വത്തെ നമുക്കിവിടെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. എന്തായാലും നമുക്ക് ഓരോ അവയവങ്ങളായിട്ട് നമുക്കിനി നോക്കാം. 26ാമത്തെ ശ്ലോകം. നമ്മളിനി കുറച്ച് ശ്ലോകങ്ങൾ കുറേശ്ശെ പോവുകയുള്ളൂ. ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി പോയാലേ നമുക്ക് പ്രയോജനമുള്ളൂ. കാരണം മറ്റ് കഥകൾ പറയുന്നത് പോലെ അല്ല ഇതിന്റെ തത്വങ്ങൾ. ഞാൻ പറഞ്ഞു, ഭഗവാനെ കുറിച്ച് പരീക്ഷത്തിന് ഒരു ധാരണ കൊടുക്കുകയാണ്. ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ചൈതന്യമാണ് ഭഗവാൻ എന്നുള്ളതിനെ അവിടെ തെളിവാക്കി കൊടുക്കുകയാണ് ഈ ശ്രീ ശിവബ്രഹ്മർഷി. അപ്പൊ നമ്മൾ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി പോയാൽ മാത്രമേ അത് വ്യക്തമായിട്ട് നമുക്ക് ധാരണയാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ആ 26ാമത്തെ ശ്ലോകത്തിലേക്ക് നോക്കാം. പാതാളമേതസ്യ ഹി പാദമൂലം പഠന്തി പാഷ്ണി പ്രപദേരസാതലം മഹാതലം വിശ്വസൃജോഥ ഗുൽഭൂതലാതലം വൈ പുരുഷസ്യ ജംഘേ. പാതാളമേതസ്യ ഹി പാദമൂലം. അവിടെ
ഇനി പറയുകയാണ്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളായിട്ട് പ്രകൃതിയുടെ ഓരോ വസ്തുക്കള് ഭഗവാന്റെ ഓരോരോ അവയവങ്ങളായിട്ട് കാണിക്കും. അപ്പൊ ഈ പ്രകൃതിയെ നമ്മൾ എന്താണ് ശരിക്കും നമ്മളുടെ ഒരു കുടുംബാംഗം ആയിട്ട് ഇവിടെ ഭഗവാൻ കാണിച്ചു തരും, അല്ലെങ്കിൽ ശ്രീ ശിവബ്രഹ്മർഷി ഇത് കാണിച്ചു തരും. ഈ പ്രകൃതി നമ്മളുടെ തന്നെ ഒരു കുടുംബാംഗമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നതെല്ലാം എന്താണ് ശരിക്കും അവിടെ ആകൃതിയായിട്ടല്ല അവിടെ പറയുന്നത്. പിന്നെയോ അവിടെ ഈ ഓരോ അവയവങ്ങൾക്കും ഈ ഭൂമിയിലേക്ക് എത്ര കണ്ട് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്, ധാർമ്മികമായിട്ടുള്ള ബന്ധമുണ്ട്. ഇങ്ങനെ ധർമ്മമായിട്ട് ഈ അവയവങ്ങളുടെ ധർമ്മമായിട്ട് നമ്മളതിനെ സ്വീകരിക്കാൻ സാധിക്കണം. അപ്പൊ പാതാളം എന്ന് പറഞ്ഞാൽ അല്ലെ 14 ലോകങ്ങളിലെ ഏറ്റവും താഴെയുള്ള ലോകമാണ് പാതാളം. ഈ പാതാളം ആണ് ഭഗവാന്റെ ഉള്ളംകാല് എന്ന് പറയുന്നു. അപ്പൊ നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളംകാലിന് എത്ര കണ്ട് പ്രത്യേകതയുണ്ടെന്ന് നോക്കണം. ആ പ്രത്യേകതയാണ് ഭൂമിയില് ഭഗവാന്റെ ഈ പാതാളത്തിന് ഉള്ള പ്രാധാന്യം അല്ലെ. ഭഗവാൻ ഭൂമിയിൽ പൂർണ്ണമായിട്ടും ഭഗവാന്റെ അവയവങ്ങളോട് നിൽക്കുകയാണെങ്കിൽ പാതാളം എന്ന് പറയുന്നത് ഭഗവാന്റെ ഉള്ളംകാലാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ശരീരത്തെ വെച്ച് നോക്കുമ്പോൾ ശരീരത്തിന്റെ ഈ ഉള്ളംകാല് എത്ര കണ്ട് ശരീരത്തെ നിലനിർത്തുന്നു. അപ്പൊ ഈ ഉള്ളംകാലിന്റെ പ്രാധാന്യം നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ സാധിക്കും. ഉള്ളംകാല് ഒരിക്കലും ഭൂമിയിലേക്ക് അങ്ങനെ മുട്ടുന്നില്ല അല്ലെ. അതിന് 2 സൈഡിലും കുറച്ച് ഊന്നിയിട്ടാണ് നിൽക്കുന്നത്. ആ ഉള്ളംകാലിന്റെ ഉൾഭാഗം മർമ്മസ്ഥാനമാണ്. അത് ശരിക്കും ഭൂമിയിലൊന്നും പതിക്കുന്നില്ല. ശരിക്കും ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. അത് ശരിക്കും എല്ലാത്തിൻ്റെയും നാഡീ ഞരമ്പുകളുടെയും ഒരു മൂലസ്ഥാനമാണ് ശരിക്കും ഈ ഉള്ളംകാലിനുണ്ടാകുന്നത്. അപ്പൊ അത്ര കണ്ട് പ്രാധാന്യമുണ്ട്. അത് തന്നെയല്ല, ഈ ശരീരത്തെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഈ ഉള്ളംകാലാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഭഗവാന്റെ പാഷ്ണി എന്ന് പറയുന്നത് ഭഗവാന്റെ പാദതലം, പാതാളം എന്നത് ഭൂമിയെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിവേരാണ് എന്ന് മനസ്സിലാക്കുക. ശരീരത്തിന് ഉള്ളംകാലിന് എത്ര കണ്ട് പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യമാണ് പാതാളം ഭൂമിക്ക് എന്ന് മനസ്സിലാക്കണം. അപ്പൊ പാതാളം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയായിട്ട് മാറുകയാണ് അല്ലെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മളുടെ ഈ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവം വേണ്ട എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ധർമ്മമുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോ ഇവിടെ പാതാളത്തിന് ഭൂമിക്ക് അത്ര കണ്ട് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് അത് എങ്ങനെയാണ് പ്രാധാന്യം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പാതാളത്തിലെ എന്താണ് വിശേഷം? ശരിക്കും ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള ലോകമാണ് പാതാളം. അവിടെ വസിക്കുന്നത് ആരാണ്? ശരിക്കും പാമ്പുകളാണ് അവിടെ വസിക്കുന്നത് അല്ലേ. നമ്മൾ പറയാറുണ്ട് പാതാളത്തിലേക്ക് മഹാബലിയെ ചവിട്ടിത്താത്തി എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അതൊന്നും ശരിയല്ല. ശരിക്കും യഥാർത്ഥത്തിൽ അതങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശവും കൂടി ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. എന്താണ് അങ്ങനെ പറഞ്ഞു വരുന്നതിന്റെ കാര്യം എന്താണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. ശരിക്ക് ഭൂമിക്ക് താഴെ എന്നുള്ള രീതിയിൽ ഒരു 7 ലോകങ്ങളുണ്ട് അല്ലെ. ബിലസ്വർഗങ്ങൾ എന്ന് പേരായിട്ടുള്ള 7 ലോകങ്ങൾ. ഈ 7 ലോകങ്ങളെയും പൊതുവെ അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം, ഇങ്ങനെ 7 ലോകങ്ങൾ. ഈ 7 ലോകങ്ങളെ പൊതുവേ പാതാളം എന്നൊരു ഭാഷ ഉപയോഗിക്കാറുണ്ട്. ഈ ഭൂമിയുടെ താഴെയുള്ള ലോകങ്ങളിൽ മുഴുവൻ അസുരന്മാരാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ പൊതുവെ അങ്ങനെ ഒരു ഭാഷ ഉള്ളത് കൊണ്ട് മാത്രമാണ് പാതാളത്തിലേക്ക് മഹാബലിയെ അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ആ രീതിയിലും പറയാറുണ്ട്. അതലം, വിതലം, സുതലം അല്ലെ. സുതലത്തിലേക്കാണ് മഹാബലിയെ അയച്ചതെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഈ 7 ലോകങ്ങൾക്കും പാതാളം എന്ന് പേരുണ്ട്. അപ്പൊ പാതാളത്തിലേക്ക് അയച്ചു എന്ന് തെറ്റൊന്നുമില്ല അവിടെ. അപ്പോ ഏറ്റവും താഴെയുള്ള ലോകമാണ് ഈ പാതാളം. ആ പാതാളത്തിലാണ് നാഗങ്ങൾ വസിക്കുന്നത്. എന്താണ് ഭൂമിയിലെ നാഗങ്ങൾക്കുള്ള പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിലുള്ള എല്ലാ വിഷാംശങ്ങളെയും ആ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കൊന്നും വിഷാംശം ഏൽക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ നാഗങ്ങള്
ആ ഭൂമിയിലെ വിഷാംശത്തെ മുഴുവൻ സ്വാംശീകരിക്കുന്നു. എത്ര കണ്ട് പ്രാധാന്യം കൊടുത്തു എന്ന് ആലോചിച്ച് നോക്കുക നമ്മള്. ആ നാഗങ്ങളെ, അതുകൊണ്ടാണ് ഇന്നും ആ നാഗങ്ങളെ പൂജിച്ചു പോരുന്നത്. നാഗാരാധന നമ്മൾ പ്രധാനമാണ് അല്ലെ. ഭൂമിയില് പാമ്പുകളെ പൂജിക്കുക, പാമ്പുകളെ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് സേവിക്കുക, അത് പ്രധാനമാണ്. എന്തുകൊണ്ടാണ്? ഈ നിലനിൽപ്പാണ് അവിടുത്തെ ഉദ്ദേശം. നമ്മളുടെ ജീവിതത്തിന് നിലനിൽപ്പിന് ഏറ്റവും മുഖ്യ ഘടകമാണ് പാമ്പുകൾ. അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, തോട്ടിലായാലും അല്ലെ, അരുവികളില്, അതുപോലെ തന്നെ കുളങ്ങളില്, കിണറുകളില്, അവിടെയൊക്കെ ഈ പാമ്പുകളുടെ വാസം ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ്? ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെയുള്ള വിഷാംശങ്ങളെയൊക്കെ സ്വാംശീകരിക്കുന്നത് ഈ പാമ്പുകളാണ്. ആ പാമ്പിനെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വടിയെടുത്ത് അതിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മളുടെ ഉള്ളംകാല്. ആയുർവേദ ശാസ്ത്രപ്രകാരം പറയും, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ കാലൊന്ന് കാണിക്കാൻ പറയും. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് അണുബാധ കയറുവാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഈ പാദങ്ങൾ. അതുകൊണ്ടാണ് പാദങ്ങൾ എപ്പോഴും വൃത്തിയായിക്കൊണ്ടിരിക്കണം എന്ന് പറയും. ഈ ബ്രാഹ്മണരുടെ ഒരു ഭാഷയിൽ തന്നെ എപ്പോഴും കാല് കഴുകുക എന്നുള്ള ഒരു ഭാഷ തന്നെ എപ്പോഴും ഉണ്ട്. എന്തുണ്ടെങ്കിലും ഇന്ന് കാല് കഴുകിയിട്ട് വന്നോളൂ എന്ന് പറയും. ഈ കാല് കഴുകിയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞതിന്റെ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുചീകരണത്തിന് വേണ്ടിയാണ്, അണുവിമുക്തമാക്കുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് തന്നെ ഇപ്പൊ അറിയാം, ഈ കൊറോണ വൈരി വന്നതോടുകൂടി എപ്പോഴും കൈകൾ കഴുകിക്കൊള്ളാൻ പറയും. അണുവിമുക്തമാകുക എന്നുള്ളതാണ്. ഇതൊക്കെ പൂർവികന്മാർ നേരത്തെ തന്നെ ഇതൊക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്ന് ഈ മഹാമാരി നമ്മളെ ബാധിക്കുന്നു? നമ്മൾ ഈ പാമ്പുകളെയൊക്കെ അതേപോലെ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ട്. പ്രകൃതിയോട് ചെയ്ത ദോഷത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ഇല്ലേ. ഈശ്വരൻ തന്നെ ഈശ്വരനെ ആരെയാണോ സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ സൃഷ്ടികൾക്ക് വേണ്ട രീതിയിൽ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ വേണ്ടതായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാത്ത പ്രപഞ്ചത്തിനെ നമ്മൾ കാണുന്നു, അതുകൊണ്ട് അത് തിരിച്ചടിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ പ്രകൃതി വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ളതാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അത്ര കണ്ട് പ്രാധാന്യമുണ്ട് ഈ ഉള്ളംകാലുകൾക്ക് എന്ന് പറയാണ്. ആയുർവേദ ശാസ്ത്രപ്രകാരം പറയും, നഖമൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് പറയും കാലിന്റെ. നമുക്ക് ആ ഒന്നാമത്തെ അവയവം, ആ ഉള്ളംകാലായിട്ടുള്ള പാതാളം ഭൂമിക്ക് അത്ര കണ്ട് പ്രാധാന്യമാണെന്ന് പറയും. അവിടെ പറയുന്നുണ്ട്, മൂർധന്യർപ്പിത അണുവൽ സഹസ്രമൂർധ്നോ ഭൂഗോളം സ ഗിരിസരിൽ സമുദ്രസത്വം ആനന്ദ്യാത് അനിമിത വിനിക്രമസ്യ ഭൂമ്ന കോവീര്യാണ്യധിഗണയേൽ സഹസ്രജിഹ്വ. അനന്തശയനം, ആദിശേഷൻ അല്ലെ. ആ പർവ്വതങ്ങള്, നദികള്, സമുദ്രങ്ങള്, ജീവജാലങ്ങള്, ഇതെല്ലാം അടങ്ങിയതായിട്ടുള്ള ഈ ദൃശ്യപ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഭൂമി, അവിടെ പാതാളത്തിന്റെയും താഴെ വസിക്കുന്നതായിട്ടുള്ള ആദിശേഷനായിട്ടുള്ള സഹസ്രഭണത്തോടു കൂടിയിട്ടുള്ള ആ അനന്തന്റെ ശിരസിൻ 1000 ശിരസിന്റെ മുകളിൽ ഒരു കടുക് മണിയുടെ അത്രയും ഉള്ളൂ നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പം എത്ര ലാഘവത്തോടു കൂടിയാണ് ആ അനന്തൻ ഇവിടെ നമ്മളുടെ ഭൂമിയെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ അനന്തന്റെ ആ ഒരു സാന്നിധ്യം അല്ലെ, അനന്തന്റെ രൂപത്തെ നമുക്ക് വർണ്ണിക്കാൻ പോലും സാധിക്കുകയില്ല. അപ്പൊ ഈ 14 ലോകങ്ങളെയും തന്റെ ശിരസിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആദിശേഷൻ അനന്തൻ ഏറ്റവും പാതാളത്തിന്റെ ചുവട്ടിൽ വസിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ആ അനന്തനെ പോലും ആരാധിക്കുന്നതായിട്ടുള്ള ഒരു വിശേഷം ഭൂമിയിൽ ഉണ്ടായതിന്റെ ഇതാണ് അതിന്റെ പ്രധാന വിശേഷം. നമുക്ക് നാഗങ്ങൾ എന്നും പ്രധാനപ്പെട്ടവയാണ്. അവരുടെ അനുഗ്രഹം നമുക്ക് വേണം. എന്തിനു വേണ്ടിയിട്ട്? വിഷാംശങ്ങളെ സ്വാംശീകരിക്കുവാൻ വേണ്ടിയിട്ട്, ശുദ്ധമാക്കുവാൻ വേണ്ടിയിട്ട്
അല്ലെ? നമുക്ക് ശുദ്ധമാണ് വേണ്ടത്. ബാഹ്യമായിട്ടുള്ള ശുദ്ധിയും വേണം, ആന്തരികമായിട്ടുള്ള ശുദ്ധിയും വേണം. ഈ ബാഹ്യശുദ്ധിക്ക് പരമകാരണം ഈ നാഗങ്ങളാണ് എന്ന് നമുക്കതിൽ നിന്ന് ബോധ്യപ്പെടാം. ഇനി അടുത്തതോ, പഠന്തി പാഷ്ണി പ്രപദേ രസാതലം. പിന്നീട് പാഷ്ണി പ്രപദേ രസാതലം, ഈ കാലിന്റെ ഉപ്പൂറ്റി എന്ന് പറയും. ഉപ്പൂറ്റിയും പിന്നീട് പിൻകാലുകളും എന്ന് പറയും. പിൻകാലുകൾ എന്ന് പറഞ്ഞാല് അവിടെ രസാതലം എന്നുള്ള ലോകം. ഇനി നമ്മൾ രണ്ട് രീതിയിൽ ചിന്തിക്കണം ഇത്. അപ്പൊ നമ്മള് ശരീരത്തിന് എത്ര കണ്ട് ഉള്ളംകാലിന് ശരീരത്തോട് എത്ര കണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പാതാളവും ഭൂമിക്ക് പാതാളത്തിന്റെ ആവശ്യകത എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇത് തന്നെ മനുഷ്യന്റെ തലം ആണ് എന്ന് പറയാണ്. അപ്പൊ 14 ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ 14 തലങ്ങളാണ്. 14 ലോകങ്ങളിലുള്ള മനുഷ്യൻ, 14 തലങ്ങളിലുള്ള മനുഷ്യൻ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പാതാളവും തൊട്ട് സത്യലോകം വരെയുള്ള മനുഷ്യർ എല്ലാവരും ഈ ഭൂമിയിലുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും ഈ ഒരു ലോകങ്ങൾ പ്രത്യേകമായിട്ട് വരും. എന്താണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ? ലോക്യതേ ഭുജ്യതേ ഇതി ലോക, സ്വഭാവമാണ് ലോകം എന്ന് പറഞ്ഞാൽ, അല്ലേ? ഇപ്പൊ പാതാളം എന്ന് പറയുമ്പോൾ ഏറ്റവും അടിത്തട്ടിലുള്ള ലോകം എന്ന് പറയുമ്പോൾ ആ മനസ്സിന്റെ തലത്തെ ഏറ്റവും താഴ്ന്ന തലത്തിലൂടെ ചിന്തിക്കുക. മനസ്സിന്റെ ഏറ്റവും താഴ്ന്ന തലത്തിലൂടെ ചിന്തിക്കുക എന്ന് പറയുകയാണ്. ഇനി അവിടെ പാതാളത്തില് ആരാണ് വസിക്കുന്നത്? അതേ രീതിയിൽ അതേ അവസ്ഥയാണ് ആ താഴ്ന്ന തലത്തിലുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറയാണ്. ഏതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാമ്പുകളാണ്, അല്ലെ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെവികളില്ല. പാമ്പുകൾക്ക് ചെവികളില്ല. ചക്ഷുശ്രവണൻ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്ഷു ശ്രവണവും ഒരേ സ്ഥലത്തിൽ നിന്ന്, അല്ലെ? കാണുന്നതും കേൾക്കുന്നതും ഒരേ ഇന്ദ്രിയങ്ങളിലൂടെ ആയിട്ടുള്ള ഒരേ ഇന്ദ്രിയങ്ങളിലൂടെയാണ് പാമ്പുകൾക്ക് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റബുദ്ധിയാണ് അവരിൽ നിന്നുണ്ടാകുക. നമുക്കൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പാമ്പുകൾക്ക് എപ്പോഴും അവരുടെ മേലെ ഒന്ന് അറിയാതെ ചവിട്ടിയാൽ പെട്ടെന്ന് അവര് പ്രതികരിക്കുന്നു, അല്ലെ? പ്രതികരണം അവരുടെ കൊത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതാണ് ശരിക്കും. അത് എന്തുകൊണ്ടാണ് അത് ശരിക്കും പറഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അതിൽ വലിയ ഒറ്റബുദ്ധിയാണ് മനുഷ്യർ, അത് ശരിയാണ്. അങ്ങനെയുള്ള ദുർജനങ്ങളാണ്. നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കാത്ത മൂഢന്മാരായിട്ടുള്ള നമ്മൾ. അതുകൊണ്ടാണല്ലോ നമ്മള് ഈ പാമ്പുകളെ കാണുമ്പോഴേക്കും വടിയെടുത്തോണ്ട് പോകുന്നത്. അതിലുള്ള ഈശ്വരീയതയെ മനസ്സിലാക്കിയാൽ നമുക്ക് വടിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതുപോലെ തന്നെ അതിലും കഷ്ടമായിട്ടാണ് ഇപ്പം പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് തന്നെ ഉപദ്രവിക്കുകയാണ് എന്നുള്ള ഒരു തോന്നലാണ് ഇവര്. പെട്ടെന്ന് പേടിച്ചാണ് ഇവർ ഓടുന്നത്, അല്ലെ? ഏത് വസ്തുവിനെ കണ്ടാലും പേടിച്ച് എഴഞ്ഞെഴിഞ്ഞ് പോകുന്ന രീതിയാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അപ്പൊ അവരെ ആക്രമിക്കാൻ വരുന്നവരാണ് എല്ലാവരും എന്നുള്ള രീതിയിലാണ് അവരതുകൊണ്ട് പ്രതികരിക്കും. ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ള രീതി, അല്ലെ? ഒട്ടും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന രീതിയാണ് അവരുടെ ഒരു സമ്പ്രദായം. അപ്പൊ ശരിക്കും നമ്മൾ അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ്? ഈ ഒരു തലത്തിലുള്ള ആൾക്കാര് ഏറ്റവും താഴ്ന്ന തലത്തിൽ ചിന്തിക്കുന്ന, അതായത് ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ഒരു ലോകമാണ് പാതാളം. ഭൂമിക്ക് പാതാളവും മനുഷ്യന്റെ, അല്ലെ? മനുഷ്യ ലോകത്തില് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടെന്ന്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ രണ്ട് രീതിയിൽ ചിന്തിച്ചു പോകണം. അത്ര ഗംഭീരമായിട്ടാണ് ഭാഗവതം നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. 3 രീതിയിൽ നമ്മൾ ഓരോ അവയവങ്ങളെയും നമ്മൾ ചിന്തിക്കുമ്പോൾ 3 രീതിയിൽ എടുക്കണം. ഒന്നിവിടെ പാതാളം ഭൂമിക്ക് എത്ര കണ്ട് പ്രാധാന്യമുണ്ടെന്ന് നോക്കുക. അതേപോലെ തന്നെ മനുഷ്യന്റെ ആ ഉള്ളംകാല് എത്ര കണ്ട് മനുഷ്യന്റെ ശരീരത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കുക. അതുപോലെ തന്നെ മനസ്സിന്റെ തലമാണ് ഏറ്റവും താഴ്ന്ന തലം. അവിടുത്തെ സ്വഭാവ രീതി എങ്ങനെയാണെന്നുള്ളത് ഇവിടുത്തെ തലമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെ, ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതി. എന്നിട്ട് ഈ
മാനവ അസുരന്മാരിൽ നിന്ന് പ്രഹരമേറ്റ് അതിന്റെ ജീവൻ ഇല്ലാണ്ടാവുകയും ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തലക്കാരായിട്ടുള്ള ആൾക്കാരും ഭൂമിയിൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ തലത്തിന്റെ ഏറ്റവും താഴ്ന്ന തലമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീടാണ് രസാതലം നമ്മൾ പറയുന്നത്. ഈ രസാതലം എന്ന് പറയുന്നത് ഈ പാദത്തിന്റെ ഉപ്പൂറ്റിയും അതുപോലെ പിൻകാലുകളും ആണ്. ഈ ഉപ്പൂറ്റിയും പിൻകാലുകളും ഏറ്റവും മർമ്മമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാം, നമ്മള് കലിയുടെ ബാധ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പിൻകാലം എന്ന് പറയും. ചരിത്ര കഥകളിലെ നളചരിതം കഥ, അവിടെ നളന്റെ ഉള്ളിലേക്ക് കലി പ്രവേശിക്കുവാൻ ഒരൊറ്റ കാരണം ഇതായിരുന്നു. എന്താണ്? സന്ധ്യാവന്തനം ചെയ്യാൻ വേണ്ടിയിട്ട് പോയ നളൻ കാല് കഴുകിയ സമയത്ത് ഈ മടമ്പ് അല്ലെങ്കിൽ ഈ ഉപ്പൂറ്റിയുടെ ഭാഗം കഴുകിയിട്ടില്ല. പെട്ടെന്ന് കഴിച്ചപ്പോഴത്തേക്കും ആ ഉപ്പൂറ്റിയുടെ ഭാഗം നനയാത്തത് കൊണ്ട് അത് ഒരു അധർമ്മമായിട്ട് അവിടെ ചിത്രീകരിക്കുകയല്ല, അധർമ്മമായി. ആ അധർമ്മത്തിലൂടെയാണ് കലി അവിടെ പ്രവേശിച്ചത് പറയുകയാണ്. അപ്പോ എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊള്ളുക, കാല് കഴുകുന്ന സമയത്ത് എപ്പോഴും ഉപ്പ് കൂട്ടി കഴുകിയിരിക്കണം. അത് ഏറ്റവും ഇതിന്റെ പ്രാധാന്യമായിട്ടുള്ള സ്ഥലമാണ്, മർമ്മസ്ഥലമാണ് ശരിക്കും. ഇനി വേറെ രീതി പറഞ്ഞാലോ, ആയുർവേദത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഇവിടുന്ന് വരുന്ന സന്ധികളുടെ ഒക്കെ ഒരു മൂലകേന്ദ്രമാണ് ശരിക്ക് ഈ മർമ്മമായിട്ട് കാണുന്ന ഈ ഉപ്പൂറ്റിയും കാലുകളൊക്കെ. ഗുൽഫാസന്ധികൾ എന്ന് പറയും, ഗുൽഫസന്ധികൾ എന്നവിടെ പറയുന്നത്. ഇതൊക്കെ അപ്പൊ അത്ര കണ്ട് പ്രാധാന്യം ആ രസാതലം എന്ന് പേരായിട്ടുള്ള ലോകത്തിന്. ഇനി രസാതലത്തിൽ ആരാണ് താമസിക്കുന്നത് നോക്കുക. അവിടെ രസാതലത്തിൽ താമസിക്കുന്നവര് അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതമായിട്ടുള്ളവര് അസുരന്മാർ തന്നെയാണ്. ഒറ്റ ബുദ്ധിയായിട്ടുള്ള അസുരന്മാര്, യാതൊരു നല്ല ബുദ്ധിയും ഇല്ലാത്ത 100% അസുരന്മാരായിട്ടുള്ളവരാണ് ഇവിടെ ഈ രസാതലത്തിൽ താമസിക്കുന്നത്. അവിടെ ദൈത്യന്മാരുണ്ട് അല്ലെ, ദിതിയുടെ പുത്രന്മാര്, ദാനവന്മാര്, ധനുവിന്റെ പുത്രന്മാര്, ആ അസുര വംശത്തിലുള്ള എല്ലാവരും ഉള്ള സ്ഥലമാണ് രസാതലം. അപ്പൊ ആസുരീക ബുദ്ധി ആണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ദേവന്മാരുടെ ശത്രുക്കളായ കൊണ്ട് വളരുന്നതായിട്ടുള്ള അസുരന്മാര്. അപ്പം ഈ അസുരന്മാർക്ക് വേറൊരു ഗുണമുണ്ട്, അവര് നല്ല ബലവാന്മാരാണ് ശരിക്കും. അതുപോലെ മായാവിത്തം എന്ന് പറഞ്ഞാലോ, മായാജാലം അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതാണ്. ഇവരെ മായാവികളെന്നാണ് ഇവരെ വിളിക്കുക. അസുരന്മാരെ വേറൊരു പേരില് മായാവികൾ എന്ന് പറയും. ഇവരെ തോൽപ്പിക്കാൻ മഹാവിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതും ഇവരുടെ ഒരു പ്രത്യേക വരമാണ്, വരം നേടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ ഉള്ള ആളുകളാണ് രസാതലത്തിൽ ജീവിക്കുന്നത്. അപ്പൊ ഈ രസാതലം എത്ര കണ്ട് ഭൂമിക്ക് ദോഷം ചെയ്യുന്നോ അല്ലെങ്കിൽ ഗുണം ചെയ്യുകയോ അല്ലെങ്കിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നോ അതേ രീതിയിലാണ് നമ്മളുടെ ഉപ്പൂറ്റിയും നമ്മളുടെ ഈ ശരീരത്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു ഈ ഗുൽഫാസന്ധികൾ ഒക്കെ വന്ന് ചേരുന്ന സ്ഥലം ഉപ്പൂറ്റിയാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഉപ്പൂറ്റി പരമാവധി നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും അതിനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ആസുരീക അംശമുള്ള സ്ഥലമാണ് ഈ ഉപ്പൂറ്റി രസാതലങ്ങൾ. നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കണം. എപ്പോഴും അണുക്കൾ വന്ന് കൂടുതൽ ദുസ്സംഗങ്ങളിൽ ചെന്ന് പെടുന്നത് പോലെയാണ്. രസാതലത്തിന് തുല്യമാണ് നമ്മളുടെ ഉപ്പൂറ്റികൾ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് ചിന്തിച്ചാൽ ഇനി മാനസിക തലമായിട്ട് ചിന്തിച്ചാലോ, നമ്മൾ പറഞ്ഞു ഏറ്റവും താഴത്തെ തലത്തിലാണ് പാതാളത്തില് ഒറ്റബുദ്ധിക്കാരാണെന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ്? തനി ആസുരികന്മാര്, യാതൊരു കരുണയും ദൈവവും ഇല്ലാത്ത അസുര മനസ്സോട് കൂടിയിട്ടുള്ള ജനങ്ങള് ഭൂമിയിലുണ്ട്. അപ്പൊ ആ തലത്തിലുള്ള ആൾക്കാരും ഭൂമിയിലുണ്ട് എന്ന് വേണം നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ. ഇനി അപ്പൊ മാനസിക തലത്തില് ആസുരിക ബുദ്ധി കൂടുതലുമുള്ള ആൾക്കാരാണ് ഈ രസാതലത്തില്. ഇനിയോ മഹാതലം വിശ്വസൃജോധ ഗുൽഭവോ. ഇനി മഹാതലം, അവിടെ മഹാതലം എന്ന് പറഞ്ഞാല് ഞെരിയാണികൾ എന്ന് പറയും. ഞെരിയാണികൾ എന്നാണ് അതിന് സാധാരണ രീതിയിൽ നമ്മളുടെ ഈ കാലിന്റെ അവയവത്തിന് പറയുന്നത്. അതായത്
ഞെരിയാണികൾ എന്ന് പറഞ്ഞാൽ കാലിന്റെ രണ്ട് ഭാഗത്തും അല്ലെ, പാദത്തിന് മുകളിൽ രണ്ട് ഭാഗത്തുമായിട്ട് രണ്ട് മുഴ പോലെയുള്ള സ്ഥാനങ്ങൾ, അതാണ് ഞെരിയാണികൾ. ഈ ഞെരിയാണികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ശരീരത്തിന്. കാരണം ഈ നമ്മളുടെ ശരീരത്തിലുള്ള എല്ലിന്റെ ഭാഗങ്ങൾ മുഴുവൻ, ഈ എല്ലുകൾ മുഴുവൻ ചെന്ന് എത്തുന്നത് ഈ ഞെരിയാണികളിലാണ് ഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അത്ര കണ്ട് പ്രാധാന്യമുണ്ട്. എല്ല് കൊണ്ട് ഘടിപ്പിച്ച് നിർത്തിയിരുന്ന ഈ ഞെരിയാണികളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിലനിൽക്കണമെങ്കിൽ അല്ലെ, ഒന്ന് നിവർന്നു നിൽക്കുന്നതും ഒക്കെ ഈ ഞെരിയാണികളുടെയും ഉള്ളങ്കാലിന്റെയും ഉപ്പൂറ്റിയുടെയും ഒക്കെ ഒരു ബലത്തിലാണ്. അപ്പൊ ഭൂമിക്കും അതുപോലെയാണ്. ഈ മഹാതലം ഭൂമിക്കും അതുപോലെ തന്നെ അത്ര കണ്ട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇനി മഹാതലത്തില് ആരാണ് അവിടെ താമസിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെ താമസിക്കുന്നത് ഒരു സർപ്പസങ്കേതമാണ് ശരിക്കും മഹാതലം. കദ്രുവിന്റെ ഈ രണ്ട് ഭാഗത്ത് ഉള്ള എന്താണ് ഞെരിയാണികൾ പറഞ്ഞു നമ്മൾ, അതാണ് മഹാതലം എന്ന് പറയുന്നത്. ഈ മഹാതലത്തില് താമസിക്കുന്നത് കദ്രുവിന്റെ സന്താനങ്ങളാണ് അവിടെ താമസിക്കുന്നത് അല്ലെ. കദ്രുവിനത, കശ്യപന്റെ ഭാര്യയായിട്ടുള്ള കദ്രുവിന്റെ സന്താനങ്ങളാണ് അവിടെ താമസിക്കുന്നത്. ഇവിടെ ക്രോധവശം എന്ന പേരായിട്ടുള്ള ഒരു സർപ്പസങ്കേതമുണ്ട് ഈ മഹാതലത്തില്. അപ്പൊ അവിടെ ഈ ക്രോധവശം എന്ന സർപ്പസങ്കേതം, അവിടെ ഗരുഡനെ മാത്രമേ അവർക്ക് ഭയമുള്ളൂ. അവിടെ താമസിക്കുന്ന ഈ സർപ്പങ്ങൾക്ക് ഏറ്റവും ഭയമുള്ളത് ഗരുഡനെയാണ്. വേറെ ആരെയും അവർ ഭയപ്പെടുന്നില്ല, ഗരുഡനെ മാത്രം അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഈ ഗരുഡൻ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹം അവര് സ്വീകരിച്ചിട്ടുണ്ട്. എവിടെ? മഹാതലത്തില് ഈ ഗരുഡന്റെ സാന്നിധ്യം ഇല്ലാണ്ടിരിക്കുവാൻ വേണ്ടിയിട്ട് അവര് ഭഗവാന്റെ അനുഗ്രഹം അവർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്താണ് ശരിക്കും അതിന്റെ സത്യാവസ്ഥ? അവർക്ക് മരണമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ എത്തി എന്നുള്ളതാണല്ലോ. അല്ലെങ്കിൽ ആ ഒരു ഇത് അവര് നേടിയിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, സ്വാർത്ഥമായിട്ടുള്ള ഒരു മനോഭാവം, അങ്ങനെ തന്നെയാണല്ലോ പറയേണ്ടത്. അപ്പം ആ ഗരുഡൻ അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് അനുഗ്രഹം മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ജ്ഞാനത്തിന്റെ ഒരു പ്രതീകമാണ് ഗരുഡൻ അല്ലെ. പറയാറുണ്ട് ഗരുഡന്റെ ചിറകളിൽ നിന്നുമാണ് സാമവേദം ഉയർന്നു വന്നതൊക്കെ നമ്മൾ പ്രഥമത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നഭപദം ആത്മസമം എന്ന് പറഞ്ഞ ഒരു ശ്ലോകത്തിൽ നമ്മൾ ഉദ്ധരിച്ചപ്പോ അല്ലേ, ഭഗവാൻ ആ ഗരുഡന്റെ രണ്ട് ചിറകുകളുടെയും സാമവേദത്തിന്റെ ചിറകുകളുടെയും രണ്ട് ചിറകുകളുടെയും ശബ്ദത്തിൽ നിന്നുമാണ് സാമവേദം ഉണ്ടായത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടെ ആ ഗരുഡൻ എന്നത് ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ഗരുഡൻ മാനസികമായിട്ട് ചിന്തിച്ചാൽ എന്താണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? അവിടെ ഗരുഡനെ അങ്ങോട്ട് അടുപ്പിക്കാത്ത സ്ഥലം. മഹാതലത്തിലെ അസുരന്മാര് ഗരുഡനെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ അതിൽ ചിന്തിക്കേണ്ടത്? ജ്ഞാനമില്ലാത്ത സ്ഥലം, അജ്ഞതയുടെ കൂമ്പാരം കൂടിയ സ്ഥലം, അജ്ഞരായിട്ടുള്ളവര് ഉള്ള ആ അവസ്ഥയാണ് ആ മഹാതലത്തില് എന്ന് നമ്മള് ഈ ഒരു സത്സംഗത്തില് 3 അവയവങ്ങളും 3 ലോകങ്ങളും നമ്മളിന്ന് പറഞ്ഞു അല്ലെ. പാതാളം, പിന്നെ അതുപോലെ തന്നെ രസാതലം, മഹാതലം. പാതാളം എന്ന് പറയുന്നത് ഈ ശരീരത്തിന്റെ ഉള്ളങ്കാലാണ്. ഭൂമിയിൽ ഭഗവാന്റെ ഉള്ളങ്കാലാണ് പാതാളം. ആ പാതാളത്തിൽ താമസിക്കുന്ന നാഗങ്ങളാണ്. ആ നാഗങ്ങളെ പോലെ ഒറ്റ ബുദ്ധിയിട്ടുള്ള ആൾക്കാരുടെ ഒരു തലം, ഒരു ലോകം ഇവിടെയുണ്ട്, മനുഷ്യലോകത്തുണ്ട്. ഈ മനുഷ്യലോകത്തിൽ 14 ലോകങ്ങളുണ്ട്. അതാണ് അവിടെ പറഞ്ഞത്. ഇനി മഹാതലത്തിലേക്ക്, രസാതലത്തിലേക്ക് വന്നാലോ? രസാതലം എന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റിയും പിൻകാലികളാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഉപ്പൂറ്റി എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ജോയിൻസും ഗുൽഫാസന്ധികൾ വന്ന് ചേർന്നിട്ടുള്ള സ്ഥലം. അത്രയാണ് പ്രാധാന്യമാണ് ശരീരത്തിന്. അത് തന്നെയാണ് രസാതലത്തിലെ അസുരന്മാരാണ് അവിടെ കൂടുതലും താമസിക്കുന്നത്. അപ്പം ആ ആസുരികമായിട്ടുള്ള ആരോടും യാതൊരുവിധ ദയയും കരുണയും ഇല്ലാത്ത ആളുകളുടെ തലവും ഈ ഭൂമിയിലുണ്ട് എന്നവിടെ കാണിച്ചു. പിന്നീടോ മഹാതലത്തിലാണ് ഗരുഡന്റെ സാന്നിധ്യമില്ലാത്ത സർപ്പസങ്കേതം എന്നവിടെ പറയുന്നു. അപ്പം ആ ഗരുഡന്റെ സാന്നിധ്യമില്ലാത്ത സർപ്പസങ്കേതം എന്ന് പറയുമ്പോൾ ഇവിടെയും ജ്ഞാനികളായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ അജ്ഞാനികളായിട്ടുള്ള യാതൊരുവിധ ജ്ഞാനത്തിനും ഇല്ലാതെ അജ്ഞരായിക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു തലവും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് കാലിന്റെ 2 സൈഡിലുള്ള എന്താണ് ആ ഞെരിയാണികള്
എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് ചിന്തിച്ച് വേണം ഇനി പോകാൻ. നമ്മൾ കുറേശ്ശേ പോവുള്ളൂ. അതിൽ എല്ലാവരും സഹകരിക്കുക. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 3 അവയവങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ആ 3 അവയവവും ഭഗവാന്റെ അവതാരവും തമ്മിലുള്ള, അല്ലെങ്കിൽ ആ വിരാട് രൂപത്തിന്റെ അവയവങ്ങളും ഭൂമിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ഈ സത്സംഗം ഭഗവാന്റെ പാദങ്ങളിലും ഗുരുനാഥന്റെ പാദങ്ങളിലും അതുപോലെ തന്നെ ഇതെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ഈ വിരാട് രൂപത്തെ, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ വിരാട് രൂപത്തെ നമുക്ക് നമ്മളുടെ ഈ ചെറിയ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം, ധാരണ ചെയ്യാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് ആ പ്രത്യക്ഷ കൃഷ്ണനായിട്ടുള്ള ഭാഗവതത്തിൻ്റെ ദിവ്യനാമം നമുക്ക് ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കാം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.